സെവൻ ഏജസ് ഓഫ് മാൻ എന്ന് പറയുന്ന ഒരു കിടിലൻ പോയം നമ്മുടെ വില്യം ഷേക്സ്പിയറിന്റെ ഒരു കിടക്കാച്ചി പോയമാണ്. ആക്ച്വലി നമ്മുടെ 8ാം ക്ലാസ്സുകാർക്ക് പഠിക്കാനുള്ള ഒരു കവിതയാണ്. ഇതില് ഒരു മനുഷ്യന്റെ 7 അവസ്ഥകൾ, അല്ലെങ്കിൽ അവന് വളർന്ന് വലുതാകുന്ന സമയത്ത് ചെറുപ്പം മുതൽ ഒരു ആൺകുട്ടി ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെയുള്ള 7 സ്റ്റേജുകളെ പറ്റിയിട്ട് വളരെ വിശദീകരിച്ച് നമ്മുടെ വില്യം ഷേക്സ്പിയർ പറയുന്നുണ്ട്. ഈ കവിതയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സുകൾ മാത്രം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നാലോ? യെസ്, ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. ഇതുപോലുള്ള ധാരാളം വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. തുടക്കം എവിടെ നിന്നാണ്? ജനനം മുതലാണ്. അതിനു മുമ്പ് ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാൻസിൽ പറയുന്നത് ലൈഫ് ഈസ് ലൈക്ക് എ പ്ലേ ഓൺ എ സ്റ്റേജ്. ജീവിതം എന്ന് പറയുന്നത് ഒരു നാടകത്തിലെ ആ ഒരു സ്റ്റേജിന്റെ മുകളിലുള്ള നാടകത്തിലെ സ്റ്റേജ് പോലെയാണ് ജീവിതം. പീപ്പിൾ ആർ ലൈക്ക് ആക്ടേഴ്സ്. അതിലുള്ള ആക്ടേഴ്സ്, അഭിനേതാക്കളൊക്കെ ആരാന്ന് പറയുന്നത് ജനങ്ങളാണ്. ദേ കം ആൻഡ് ഗോ, അവർ വരും പോകും. ആൻഡ് ഈച്ച് പേഴ്സൺ പ്ലേ ഡിഫറെന്റ് റോൾസ്. ഓരോരുത്തരും പലതരത്തിലുള്ള റോളുകൾ അവിടെ ചെയ്യുന്നുണ്ടായിരിക്കും ത്രൂ ഔട്ട് ലൈഫിലൂടെ നീളം. 7 സ്റ്റേജസ് ഇൻ എ മാൻസ് ലൈഫ്. ഒരു മനുഷ്യന്റെ, ഒരു ആണിന്റെ ജീവിതത്തിൽ 7 സ്റ്റേജുകളാണുള്ളത്. ഏതൊക്കെയാ? ഒന്നാമത്തെ സ്റ്റേജ് കുട്ടി, ഇൻഫന്റ്, അതായത് ന്യൂ ബോൺ ബേബി. ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് എ ബേബി. അതൊരു കുട്ടിയാണ്. ഹു ക്രൈസ് ആൻഡ് വോമിറ്റ് ഇൻ ദ നഴ്സസ് ആം. അവൻ കരയുന്നു, അവൻ വോമിറ്റ് ചെയ്യുന്നു, ഛർദ്ദിക്കുന്നു. അല്ലെ? എവിടെയാ ഛർദ്ദിക്കുന്നത്? നമ്മുടെ നഴ്സിന്റെ, അല്ലെങ്കിൽ അവനെ പരിചരിക്കുന്ന ആളുടെ കൈമലൊക്കെ, ആമില്, കൈയിലൊക്കെ ഛർദ്ദിക്കുന്നു. അടുത്തത് സ്കൂൾ ബോയ് ആണ്. സ്കൂളിൽ ഒരു പ്രത്യേകത വെച്ചാൽ നെക്സ്റ്റ് ഈസ് എ യങ് സ്കൂൾ ബോയ് ഹു വാക്ക് സ്ലോലി. സ്കൂളിലേക്ക് വളരെ സ്ലോ ആയിട്ട്, വലിയ താല്പര്യമൊന്നും ഇല്ലാതെ ഇങ്ങനെ നടന്നു പോകുന്നു. അൺവില്ലിങ്, താല്പര്യമൊന്നും ഇല്ലാതെ. വിത്ത് എ ബാഗ് ആൻഡ് എ ബ്രൈറ്റ് ഫേസ്. ഒരു ബാഗ് ഉണ്ടാവും, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഫേസ് ആയിരിക്കും. കാരണം അമ്മ അത്രയും ഒരുക്കിയിട്ടാണ് അച്ഛനും അമ്മയും ഒക്കെ എന്താക്കുക ഈ കുട്ടിയെ പറഞ്ഞേക്കുക. 2 സ്റ്റേജ് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജ് ദ ലവ് എന്ന് പറയുന്ന സ്റ്റേജ് ആണ്. ദെൻ കംസ് എ റൊമാൻറ്റിക് യങ് മാൻ. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സ്നേഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തുന്ന, ഒരു ലവ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ്. ഹു സൈസ് ഡീപ്ലി. വളരെ ആഴത്തിൽ അവൻ നെടുവേർപ്പെടുന്നു. ആൻഡ് റൈറ്റ്സ് സാഡ് ലവ് പോയംസ്. അവൻ സാഡ് ലവ് പോയംസ് ഒക്കെ ഇങ്ങനെ പാടി നടക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു. ഫോർ ഹിസ് ബിലവ്ഡ്. അവന്റെ പ്രിയതമക്ക് വേണ്ടിയിട്ട്, തനിക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി ഉണ്ടാവും, ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് കവിതകളൊക്കെ എഴുതുന്നു. യെസ്, ഓക്കെ, അങ്ങനത്തെ ഒരു കാലഘട്ടം, ലവ് സ്റ്റേജ്. ഇനി സോൾജിയർ കാലഘട്ടമാണ്. സോൾജിയർ കാലഘട്ടം എന്താണ്? ദ ഫോർത്ത് സ്റ്റേജ് ഈസ് എ ബ്രേവ് സോൾജിയർ. വളരെ ധൈര്യശാലിയായിട്ടുള്ള ഒരു പട്ടാളക്കാരനാണ്, ഫുൾ ഓഫ് എനർജി. ആ സമയത്ത് അയാൾക്ക് ഫുൾ എനർജി ആയിരിക്കും. ക്വിക്ക് ടു ഫൈറ്റ്. അയാൾ പെട്ടെന്ന് തന്നെ ഫൈറ്റ് ചെയ്യും, ചെറിയ കാര്യത്തിന് അടി ഉണ്ടാക്കും. ആൻഡ് ഈഗർ ടു വിൻ ഫെയിം. അയാൾക്ക് ഫേമസ് ആവാൻ വേണ്ടി വലിയ താല്പര്യമായിരിക്കും. ഫുൾ പൊട്ടൻഷ്യൽ എനർജി ഉള്ള സമയമാണ്. യു വാണ്ട് ടു ടേക്ക് ഗ്രേറ്റ് റിസ്ക്. എത്ര വലിയ റിസ്ക് എടുത്തുകൊണ്ടും ഫേമസ് ആവണം എന്നുള്ള ഒരു മൈൻഡ് ആയിരിക്കും ആ ഒരു സോൾജിയർക്ക് ഉണ്ടാവുക. അപ്പൊ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കിടിലൻ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇപ്പൊ മൺസൂൺ ഓഫർ ലൈവ് ആണ്. ആ മൺസൂൺ ഓഫർ പ്രഖ്യാപിച്ചത് കൊണ്ട് നിങ്ങൾക്ക് 10% ഓഫർ നമ്മുടെ യോദ്ധ ബാച്ചിൽ ലഭിക്കാൻ പോവാണ്. അപ്പൊ ആ ഓഫർ ലഭിക്കാൻ വേണ്ടിയോ കാര്യങ്ങൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ നിങ്ങൾ ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചാൽ മതി. 9954000800. ഈ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. കംപ്ലീറ്റ് ഓഫറിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരും. യോദ്ധ ബാച്ചിൽ ചേരാൻ അടുത്ത ഒരു സെഗ്മെന്റ് ആണ് ജസ്റ്റിസ്. വളരെ നീതിമാനായിട്ട് പോരുന്ന, വളരെ നീതി, എല്ലാത്തിനോടും ഒരു ജസ്റ്റിസ് കാണിക്കുന്നത്. ദെൻ കംസ് ദ വോയിസ് ആൻഡ് വളരെ മെച്യൂർഡ് ആയിരിക്കും. വളരെ എന്താ പറയാ, മെച്യൂരിറ്റി കാണിക്കുന്ന ഒരു കാലഘട്ടമാണ്, അല്ലെ? പക്വത ഉണ്ടാവും. ഭയങ്കര ബുദ്ധി ഉള്ള ഒരു കാലഘട്ടം. മറ്റേ പോലെ എടുത്തു ചാടി ഫേമസ് ആവാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യൊന്നുമില്ല. ഒരു മാനാണ്, ഒരു ജഡ്ജാണ്. ഹു ഈസ് വെൽ ഫെഡ്. നല്ല ഫുഡൊക്കെ കഴിക്കും. സീരിയസ് ആണ്. ആൻഡ് ഫുൾ ഓഫ് വൈസ് സെയിങ്. വളരെ ബുദ്ധിപരമായിട്ടുള്ള സംസാരങ്ങൾ മാത്രമേ സംസാരിക്കുള്ളൂ, അനാവശ്യ സംസാരങ്ങൾ കേൾക്കില്ല. ആൻഡ് ലൈഫ് എക്സ്പീരിയൻസ്. അയാൾ ഫുൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായി മാറി. ഒരു 40-50 വയസ്സാകുന്ന സമയത്ത്. ആൻഡ് ഓൾഡ് മാൻ, പ്രായമായി. ദ 6th സ്റ്റേജ്, 6ാമത്തെ സ്റ്റേജ് ആണ്. ദ മാൻ ഗ്രോസ് ഓൾഡ് ആൻഡ് തിൻ. അയാള് നല്ല പ്രായമാകുന്നു, മെലിയുന്നു. He wears loose clothes. വളരെ ലൂസുള്ള ഡ്രസ്സൊക്കെ ഇടുക. യൂസസ് സ്പെക്ടക്കിൾസ്. കണ്ണട ഉപയോഗിക്കും. കണ്ണട ഉപയോഗിച്ച് എല്ലാവരും പ്രായമുണ്ടെന്നല്ല കേട്ടോ. ഓക്കെ. ആൻഡ് ഹിസ് വോയിസ് ബിക്കംസ് വീക്ക്. അയാളുടെ സൗണ്ട് ഇടറുന്നു, ഭയങ്കര സൗണ്ട് കുറയുന്നു. ആൻഡ് ഹൈ പിച്ച്ഡ് ആവുന്നു. എന്നുള്ള ആ ഒരു സൗണ്ടിലേക്ക്, ഒരു ഹൈ പിച്ചിലേക്ക് വരുന്നു. ആൻഡ് സെക്കൻഡ് ചൈൽഡ്നെസ് എന്ന് വരുന്ന ആ ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരികയാണ്. അതിന് മുമ്പ് വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുന്നത്. ഈ വീഡിയോ ലൈൻ ബൈ ലൈൻ ഉള്ള ഡീറ്റെയിൽസുമായിട്ട് നമ്മൾ എന്തായാലും ആപ്പിലൊക്കെ ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സും ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൺസൂൺ ഓഫർ ഉള്ളത്. ഇപ്പൊ പിടിച്ചോ. ദ
final stage he becomes like a baby. അവൻ ഒരു ബേബിയെ പോലെ ആവുന്നു വീണ്ടും. ഹെൽപ്ലെസ്, നിസ്സഹായനാണ്. ആൻഡ് ഫോർഗെറ്റ്ഫുൾ, ഒക്കെ മറന്നു. കുട്ടിക്ക് ഓർമ്മ ഉണ്ടാവോ? ചെറിയ കുട്ടിക്ക് ഓർമ്മ ഉണ്ടാവോ? ചെറിയ കുട്ടിക്ക് ഭക്ഷണം കഴിപ്പിക്കണം, ഇവനെയും ഭക്ഷണം കഴിപ്പിക്കണം, പിന്നെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോകണം, ഇവിടെയും ബാത്റൂം കൊണ്ടുപോകണം. ലൂസിങ് ടീച്ച്, പല്ല് നഷ്ടപ്പെടും, കാഴ്ച നഷ്ടപ്പെടും, ടേസ്റ്റ് നഷ്ടപ്പെടും, എവറിത്തിങ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ മരണക്കിടക്കയിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് സെക്കൻഡ് ചൈൽഡ്നെസ് എന്ന് പറയുന്നത്. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നെക്സ്റ്റ് ഏത് ചാപ്റ്ററിന്റെ വീഡിയോസ് ആണ് വേണ്ടത് എന്നുള്ളത് കൂടി കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്തെടുക്കാൻ മറന്നു പോരുത്. ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജംഷാദ്, യു കാൻ കോൾ മീ ജെഡി. താങ്ക് യു. ബൈ ബൈ.